അവസാനം അവർ ഒന്നിച്ചു. ഉണ്ണിയും അശ്വതിയും. അവരുടെ കൂട്ടിന് എന്തിനും ഏതിനും ഓട്ടപ്പടയുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വതിയുടെ അമ്മാവന്മാർ പിന്നീട് വലിയ കുഴപ്പങ്ങൾക്കൊന്നും വന്നില്ല. പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം ഉണ്ണിയുടെ വീട്ടുകാർ കഴിപ്പിച്ചു കൊടുക്കുകയും അവർ ഉണ്ണിയുടെ വീട്ടിൽ സന്തോഷമായി ആണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഉണ്ണിയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൻ ഒരു വക്കീലാകുന്നത്. അതുകൊണ്ട് തന്നെ അശ്വതി വിവാഹശേഷം ഉണ്ണിയെ നിർബന്ധിച്ചു തുടർന്ന് പഠിക്കണം, എന്നിട്ട് അച്ഛൻ്റെ ആഗ്രഹം പോലെ വലിയ പേരെടുത്ത ഒരു വക്കീലാകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഉണ്ണി വീണ്ടും പഠിക്കാനായിട്ട് പോയി. പഠിത്തത്തിലൊന്നും വലിയ പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ഉഴപ്പാതെ നല്ല മാർക്കോടുകൂടി പാസ്സായി. ഇതിനെല്ലാം കാരണം നമ്മുടെ അശ്വതിയാണ്. അശ്വതി ഉണ്ണിക്ക് വലിയൊരു മോട്ടിവേഷനായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ഉണ്ണി വക്കീലായി. ഒരുപാട് പേരും പ്രശസ്തിയുമുള്ള ഒരു വലിയ വക്കീലായി. ഉണ്ണിക്ക് ഒരുപാട് കേസുകൾ കിട്ടാൻ തുടങ്ങി. ഇന്ന് ഉണ്ണി നല്ല നിലയിലാണ്. പക്ഷെ അതൊന്നും കണ്ട് ഒരുപാട് കാലമൊന്നും അച്ഛനിരിക്കാൻ കഴിഞ്ഞില്ല. അച്ഛന് ഹൃദയാഘാതം വന്ന് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. എന്നാൽ അച്ഛനില്ലെങ്കിലും അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അച്ഛൻ്റെ മരണം ഉണ്ണിയുടെ അമ്മയ്ക്ക് അത്ര പെട്ടെന്നൊന്നും താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അതിൽ നിന്നും റിക്കവറാകാൻ ഒരുപാട് സമയമെടുത്തു. ഇന്ന് ഉണ്ണിയുടെ സന്തോഷങ്ങൾക്കൊപ്പമാണ് ആ അമ്മയുടെ ജീവിതം. ഭർത്താവിൻ്റെ മരണം തന്നെ ഒരുപാട് തളർത്തിയെങ്കിലും മകൻ്റെ സ്നേഹത്തിന് മുമ്പിൽ അമ്മ അതെല്ലാം മറക്കുകയാണ്. തൻ്റെ മകൻ തന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. ഉണ്ണിയുടെ മുത്തശ്ശനാവട്ടെ പഴയ പോലെ രാജാവ്, രാജഭരണം എന്ന പേരും പറഞ്ഞ് നടക്കുകയല്ല കേട്ടോ. അതിൽ നിന്നും എല്ലാം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആൾക്കിപ്പോൾ പ്രായമായി, അതിൻ്റേതായ അസുഖങ്ങളുമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല മരുമകൻ്റെ മരണം, അതായത് ഉണ്ണിയുടെ അച്ഛൻ്റെ മരണം വല്ലാതെ അദ്ദേഹത്തെ തളർത്തിയിട്ടുണ്ട്. മരുമകൻ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനോടൊരു പുച്ഛമായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വില മുത്തച്ഛൻ തിരിച്ചറിയുന്നുണ്ട്. കോമളനാകട്ടെ ഇന്നും ഉണ്ണിയുടെ കൂടെ ഒരു നിഴൽ പോലെയുണ്ട്. ഇതിനിടയിൽ കോമളൻ്റെ വിവാഹം കഴിയുകയും മക്കളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും കോമളൻ ഇന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല കേട്ടോ. ഉണ്ണിയുടെ വീട്ടിൽ കോമളനും കുടുംബത്തിനും ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഉണ്ണി ഇന്ന് വലിയ തിരക്കേറിയ ഒരു വക്കീലാണ്. ഉണ്ണിയുടെ ജീവിതത്തിൽ ഇന്ന് എല്ലാ ഐശ്വര്യവും സമാധാനവുമുണ്ട്. ഉണ്ണിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഉണ്ണിയുടെ അനിയത്തിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ചെയ്തു. ഇന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ സുഖജീവിതമാണ് അവർക്ക്. മീനാക്ഷി ഭർത്താവും കുഞ്ഞുങ്ങളുമായി സുഖമായി ജീവിക്കുന്നു. മീനാക്ഷി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉണ്ണിയെയും അശ്വതിയെയും കാണാൻ വരാറുണ്ട്. ഇവർ അങ്ങോട്ടും തിരിച്ചു പോകാറുണ്ട് കേട്ടോ. മീനാക്ഷിയുടെ അച്ഛനും ആങ്ങൾക്കുമെല്ലാം ഇന്ന് ഉണ്ണിയോട് ഒരു വിരോധവുമില്ല. ഉണ്ണിയുടെ എല്ലാ കഥകളും മീനാക്ഷി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീനാക്ഷിൻ്റെ കുടുംബവും ഉണ്ണിയുടെ കുടുംബവും ഇന്ന് നല്ല ഐക്യത്തിലാണ് പോകുന്നത്. അമ്മാവന്മാർ കൈവശപ്പെടുത്തിയിരിക്കുന്ന അശ്വതിയുടെ സ്വത്തുക്കൾ അശ്വതി തിരിച്ച് കൈക്കലാക്കിയിട്ടുണ്ട്. അതിന് പിറകിൽ ഒരുപാട് നടന്നെങ്കിലും പിന്നീട് ഉണ്ണി വക്കീലായപ്പോൾ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടന്നു. ഇന്ന് മീനാക്ഷിയും ഉണ്ണിയും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഇതിനിടയിൽ ഇവർക്ക് സന്തോഷം ഒന്നുകൂടി കൂടാൻ ഇവർക്കൊരു കുഞ്ഞു മാലാഖ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ മാലാഖ കുഞ്ഞിൻ്റെ പേരാണ് മഹാലക്ഷ്മി. ഇന്ന് മഹാലക്ഷ്മിയും മീനാക്ഷിയും അശ്വതിയും വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്.